സംസ്ഥാനത്തും അതിതീവ്ര മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, ഒപ്പം കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ശാലിനി, നമുക്കറിയാം തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തലസ്ഥാനത്തെ അവസ്ഥ എന്താണ്? കാരണം വെള്ളക്കെട്ട് അടക്കം രൂക്ഷമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? ദേവിക, അതിശക്തമായ മഴയാണ് തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം മുതലുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും നിലവിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ള തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നഗരമേഖലകളിലും ഗ്രാമീണ മേഖലയിലും ഒക്കെ ശക്തമായ മഴ തുടരുകയാണ്. തീരദേശ മേഖലകളിലാണ് ഇപ്പോൾ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ തലസ്ഥാന ജില്ലയിൽ പതിവാണ് എങ്കിൽ പോലും ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ അത് കടൽക്ഷോഭങ്ങൾക്കാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതും. കടൽക്ഷോഭങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെട്ടുകാട് മേഖലയിലാണ്. വെട്ടുകാടൊക്കെ കടൽ കയറി കിടക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായ കാറ്റ്, ശക്തമായ തിരയൊക്കെ ഉണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം തീരദേശ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വെട്ടുകാട് തീരദേശ മേഖല നമുക്കറിയാം നിരനിരയായി നിരവധി വീടുകൾ ഉള്ളതാണ്. ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ചിലരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കടൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന തിരമാലകൾ അടിക്കുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരമാലകൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കടൽ ഇറക്കമാണ്. ആ കടൽ ഇറക്ക സമയത്ത് പോലും ഇത്രയധികം ശക്തമായ തിരമാലയാണ് വെട്ടുകാടടക്കമുള്ള തെക്കൻ മേഖലകളിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇനി കടൽ കയറ്റമാകും. ആ സമയത്ത് ഇതിലും വലിയ തിരമാലകൾ കേരള തീരത്ത് ഉണ്ടാകുന്നുണ്ട്. വിഴിഞ്ഞം, വെട്ടുകാട്, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ശക്തമായ തിരമാലകളാണ് ഈ കടൽ ക്ഷോഭത്തിനോടൊപ്പം തന്നെ വീടുകളിൽ കയറിയുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയുണ്ടാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നഗരമേഖലകളിലും മഴ ശക്തമാണ്. വ്യാപകമായ നാശനഷ്ടങ്ങൾ മഴയിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം സെന്ററുകളിലേക്ക് പോകുന്നതിന് വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരികയാണ്. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീരൊഴുക്ക് നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളുടെ സമീപത്തുള്ള നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ അതീവ ജാഗ്രത വേണം എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ്. ആ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമാണ് എങ്കിൽ പോലും സാഹചര്യം ശക്തമായ മഴ ലഭ്യമാകാൻ, അതായത് അതിതീവ്ര മഴയ്ക്ക് സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അലേർട്ടുകൾ മാറാനിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 5 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും 10 മണിയോടുകൂടി വരാനിരിക്കുന്ന അലേർട്ടുകളിൽ കാര്യമായ ജില്ലകൾക്ക് റെഡ് അലേർട്ട് നൽകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കം ഓറഞ്ച് അലേർട്ട് ആണ് എങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതിനോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണും മരങ്ങൾ ഒടിഞ്ഞു വീണും ഒക്കെയുള്ള അപകടങ്ങൾ തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ മഴയത്തും ഈ മഴയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അപകട ഭീഷണി ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. എന്തായാലും അതിശക്തമായ മഴ തുടരുകയാണ്. 10 മണിയോട് കൂടിയുള്ള അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലേർട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കാക്കുന്നുണ്ട്. എന്തായാലും ചക്രവാത ചുഴി രൂപം കൊണ്ടതടക്കം ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ കാലവർഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഴ വരുന്ന 5 ദിവസങ്ങൾ കൂടി ഈ അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ദേവിക.